ഈ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വലിയ വിവാദം ഭാഷയുടെ പേരിൽ. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല, 10,000 കോടി തന്നാലും നാഗ്പൂരിൻ്റെ അജണ്ട നടപ്പാക്കാൻ സമ്മതിക്കില്ല തമിഴ്നാടെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു കാതൽ? നാളെ നേരെ തിരിച്ചാരോപണം ഉന്നയിക്കും. NEP അനുസരിച്ച് തമിഴ്നാടിന് കിട്ടാനുള്ള 10,000 കോടി രൂപ കിട്ടിയില്ല. NEP ഞങ്ങൾ നടപ്പാക്കിയത്. അപ്പോഴത്തേക്ക് ഈ സാധനം ലാപ്സായി കഴിയും. ഓരോ ഫൈനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ തീരും. പക്ഷേ ശരിക്കും എന്താ NEP-യിലൂടെ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്? എന്താ നമ്മുടെ പ്രേക്ഷകർക്കൊന്നും അറിയില്ല. ഒന്നുമില്ല. ഈ NEP എന്ന് പറഞ്ഞാൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആസ് സച്ച്, ലാംഗ്വേജ് പോളിസി പഴയത് തന്നെയാണ്. 3 ഭാഷ പഠിക്കുന്നു, മാതൃഭാഷ, ഇംഗ്ലീഷ്, പിന്നെ ഓപ്ഷണലായിട്ട് ഏതെങ്കിലും ഭാഷ. അത് ഹിന്ദി ആവാം, മറാഠി ആവാം, ഒറിയ ആവാം, എന്തുവാകും. ഇതിൽ ഹിന്ദി ഇഷ്ടമില്ലാത്തവർക്ക് ഹിന്ദി പഠിക്കേണ്ടപ്പോൾ തെലുങ്ക് പഠിച്ചു, കുഴപ്പമില്ല. അല്ല, നമുക്ക് കമ്പൽസറി ഇല്ല. ഒരുപാട് പ്രേക്ഷകർ നമുക്ക് മെസ്സേജ് അയച്ചു, ഇത് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇതെന്താ ചെയ്യാത്തത്? ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റാലിൻ അസാമാന്യമായ ആൻറ്റി ഇൻകംബൻസി നേരിടുകയാണ്. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനം, ഇതിൻ്റെയൊക്കെ ഉസ്താദുക്കളാണ് DMK. ADMK ഛിന്ന ഭിന്നമായി പോയി. BJP ഉയർന്നു വരുന്നു. ഇപ്പോൾ BJP അവർക്ക് വോട്ട് വിഹിതം വല്ലാതെ കൂടി. BJPക്ക് നേരത്തെ 2%, 2.5% കിടന്ന BJP ഒരൊറ്റ കുതിപ്പിന് 10%-ത്തിലെത്തി. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഗ്രോത്ത്. ഇത്തവണ 10-ലെത്തിയെങ്കിൽ അടുത്ത തവണ 20-ലെത്തും. 22, 23 എത്തിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ലെവലായി, ഭരണം പിടിക്കുന്ന സ്ഥിതിയായി. അണ്ണാമലയാണെങ്കിൽ അസാമാന്യമായ ഊർജമുള്ള ഒരു നേതാവ്. അവർക്ക് ഒരു നേതാവുണ്ട്, നരേറ്റീവുണ്ട് തമിഴ്നാട്ടിൽ. അതിലാണ് സ്റ്റാലിൻ പകച്ചു പോകുന്നത്. അതുകൊണ്ടാണ് സ്റ്റാലിൻ്റെ അറ്റാക്ക് മുഴുവൻ നോക്കിയോ BJPക്കെതിരെയാണ്. ADMK-അല്ല. ADMK അയാൾ കാര്യമായിട്ട് എടുക്കുന്നില്ല. BJP-യാണ് അയാളുടെ ടാർഗറ്റ്. ഇപ്പോൾ BJP-യെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഹിന്ദിയെ ടാർഗറ്റ് ചെയ്യുക. ഇതാണ് അയാൾ തീരുമാനിച്ചത്. കാരണം 1960-കളിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെയാണ് DMK പച്ച പിടിച്ചു വരുന്നതും പിന്നീട് അധികാരം പിടിക്കുന്നത്. പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞ് MGR അതിനുള്ളിൽ നിന്ന് ചലഞ്ച് ചെയ്തിട്ട് ADMK ഉണ്ടാക്കി, അണ്ണാ ദ്രാവിഡ്. എന്നിട്ട് പിന്നെ MGR വേഴ്സസ് കരുണാനിധിയായിട്ട് ആ പൊളിറ്റിക്സ് പൊയ്ക്കൊണ്ടിരുന്നു. മെല്ലെ കോൺഗ്രസ് അപ്രസക്തമായി. ആദ്യം കുറച്ചുണ്ടായിരുന്നു. പിന്നെ TMC എന്ന് പറഞ്ഞിട്ട് തൃണമൂൽ കോൺഗ്രസ് അല്ല, തമിഴ് മാനില കോൺഗ്രസ്, കറുപ്പയ്യ മൂപ്പനാരുടെ. ചിദംബരം കറുപ്പയ്യ മൂപ്പനാരുടെ ജൂനിയറായിരുന്നു. അന്ന് ചിദംബരം വലിയ ഫിഗറൊന്നും ആയിട്ടില്ല. കറുപ്പയ്യ മൂപ്പനാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് TMC വലിയ ശക്തിയായി തമിഴ്നാട്ടിൽ. പക്ഷേ കറുപ്പയ്യ മൂപ്പനാരുടെ മരണത്തോടുകൂടി ചിദംബരത്തിനൊരു സംഘടന നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ല. പേഴ്സണൽ മാനുവറിങ്, അങ്ങേരുടെ വാക് സാമർഥ്യം, അങ്ങേരുടെ കണക്ഷൻസൊക്കെ വെച്ചിട്ട് ഈ ശരത് പവാർ ടൈപ്പ് ഓപ്പറേഷൻ. ശരത് പവാറിന് പിന്നെയും ജനപിന്തുണയെങ്കിലും ഉണ്ട്. ചിദംബരത്തിന് അതുമില്ല. ചിദംബരത്തിന് സംഘടന നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതങ്ങ് മൃതിയടഞ്ഞു TMC. അത് പിന്നെ കോൺഗ്രസ്സിൽ ലയിച്ചു, അങ്ങനെ പോയി. ഇവർ പിന്നെയും 2 ധ്രുവങ്ങളായിട്ട് തുടർന്നു. കരുണാനിധിയും ജയലളിതയുമായി ADMK. ജയലളിതയുടെ മരണത്തോടെ ADMK കലഹം തുടങ്ങി. അവർ പതുക്കെ അവരുടെ ഡിസിൻറ്റഗ്രേഷൻ തുടങ്ങി. കരുണാനിധി മരിച്ചു. സ്റ്റാലിൻ സർവാധിപതിയായി. സ്റ്റാലിനെ വെല്ലുവിളിക്കാൻ സ്റ്റാലിൻ്റെ ചേട്ടൻ അഴഗിരി ഉണ്ടായിരുന്നു. ഈ അഴഗിരിക്ക് കരുണാനിധി വലിയ പ്രാമുഖ്യം കൊടുത്തില്ല. ബട്ട് അഴഗിരി മധുര മുതൽ തെക്കോട്ട് ഭയങ്കര ശക്തനായിരുന്നു. DMKയ്ക്കുള്ളിൽ തന്നെ അഴഗിരി ഈ ഒരല്പം ഡോൺ സ്വഭാവമുള്ള ആളാണ്. കൊള്ളത്തലവൻ്റെ മാതിരി പെരുമാറുന്ന ആൾ, തല്ലുക, കുത്തി വെട്ട, വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊക്കെയുള്ള ടൈപ്പായിരുന്നു. മാനേജ് ചെയ്യാൻ വലിയ പ്രയാസം. അതുകൊണ്ട് തന്നെ കരുണാനിധി അഴഗിരിയെ അങ്ങ് ഒതുക്കി കംപ്ലീറ്റ് സ്റ്റാലിൻ്റെ കയ്യിലാക്കി. അഴഗിരി കുറേ മധുരയെ കേന്ദ്രീകരിച്ച് കുറച്ചൊരു വിപ്ലവമൊക്കെ നടത്തി നോക്കിയെങ്കിലും സക്സസ്ഫുൾ ആയില്ല. അങ്ങനെ സ്റ്റാലിൻ സർവാധിപതിയായി. ഇപ്പുറത്ത് ജയലളിതയുടെ മരണത്തോടുകൂടി ശശികലയെ വാഴിക്കാൻ സമ്മതിച്ചില്ല. അത് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു ബുദ്ധിയായിരുന്നു. ശശികല
മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് ശശികല ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശശികല മുഖ്യമന്ത്രിയാകും. അപ്പോൾ ശശികലയെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാനായിട്ട് ഡൽഹിയിൽ കരുക്കൾ നീക്കിയത് അന്ന് BJPയിലെ അസാമാന്യ ബുദ്ധിമാനായ അരുൺ ജെയ്റ്റ്ലിയാണ്. അങ്ങനെ ശശികല മുഖ്യമന്ത്രിയായില്ല. അതിന് പകരം ഇവരുടെ എനിക്ക് തോന്നുന്നു എടപ്പാടി പളനിസ്വാമിയാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അന്തഛിദ്രം തുടങ്ങി. ശശികല പ്രസക്തിയായി, പന്നീർശെൽവവും എടപ്പാടിയും തമ്മിൽ സ്ഥിരം വഴക്കായി, കേസായി, മുനിസിപ്പൽ കോടതിയിൽ കേസ്, ഹൈക്കോടതിയിൽ കേസ്, ചിഹ്നത്തിന് കേസ്, സെക്രട്ടറിക്ക് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ തല്ലിപ്പൊളിയായി. അപ്പോൾ ഇപ്പോൾ മുഖ്യശത്രു BJPയാണ്. BJPയെ എതിർക്കാൻ പറ്റിയ ആയുധം പഴയ 1960 അന്ന് പ്രയോഗിച്ച് വിജയിച്ച ഹിന്ദി എന്ന ആയുധം. ഇതെടുക്കാനാണ് സ്റ്റാലിൻ്റെ തീരുമാനം. വാസ്തവത്തിൽ സ്റ്റാലിൻ്റെ തീരുമാനമല്ല. സ്റ്റാലിനും ഇപ്പോൾ വയസ്സായി. ഇപ്പോൾ വാസ്തവത്തിൽ അവിടെ ഭരിക്കുന്നത് സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിനും ഉദയനിധിയുടെ മകൻ അൻപരശോ അങ്ങനെ ഒരുത്തനുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ, അച്ഛനും മകനും കൂടെയാണ് ഇപ്പോൾ ഭരണം. ഈ ഉദയനിധി സ്റ്റാലിന് 40 കോളേജുകളും 40 സ്കൂളുമുണ്ട്. ഈ 40 സ്കൂളും NEP അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്. CBSE സിലബസാണ്. അപ്പോൾ അയാളുടെ സ്കൂളുകൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. തമിഴ്നാട് സർക്കാർ സ്കൂളുണ്ടല്ലോ, പാവങ്ങൾ പോകുന്ന സ്കൂൾ, അവരെ വെച്ചാണ് ഈ വില പേശുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ നമ്മളെപ്പോലെ സുല്ലിൽ പോയി നോക്കിയോ, ചെന്നൈ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ എന്താ ഹോട്ടൽ ചെയിൻ ഉണ്ടല്ലോ, അരുൾ ജ്യോതി എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള വെജിറ്റേറിയൻ ശരവണ ഭവൻ ചെന്നൈ സെൻട്രൽ ഭാഗത്തുള്ള ശരവണ ഭവനിൽ കയറി നോക്കുക. തമിഴറിയാവുന്ന ഒരു സപ്ലയർ ഇല്ല. മേശ തുടയ്ക്കുന്നതും ഭക്ഷണം കൊണ്ടുവരുന്നതും ഒക്കെ. ഇടയിൽ 2 ഇഡ്ഡലി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവനെ അറിഞ്ഞുകൂടാ. ഇഡ്ഡലിയിലാവോ ടപ്പ്. ഭായിമാരാണ്. എന്തിന്? തിരുനെൽവേലിയിലെ ഏറ്റവും വലിയ കർഷകൻ സർദാർജിയാണ്. കാരണം തലയ്ക്ക് വിളികളുള്ള സർദാർജിമാർ പഞ്ചാബിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഈ കർഷക സമരം കോപ്പുന്ന ഒരർത്ഥവും ഇല്ലാത്ത സമരം, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, വഴി നടക്കാൻ പോലും സമ്മതിക്കില്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. സർദാർജിമാർ ഇങ്ങോട്ട് വന്നു. തിരുനെൽവേലിയിൽ സ്ഥലമുണ്ട്, താമ്രപർണി നദിയുണ്ട്. സർദാർജിമാരാണ് തിരുനെൽവേലിയിൽ കൃഷി നടത്തുന്നത്. അതൊരു പുതിയ അറിവാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ബിസിനസ് നടത്തുന്നത് കൂടുതലും ബീഹാർ, ഗുജറാത്ത് ഇവിടങ്ങളിലുള്ള ആൾക്കാരാണ്. ജോലിക്കാർ മുഴുവൻ നമ്മൾ ബംഗാളി എന്ന ഒറ്റ ബ്രാക്കറ്റിൽ വിളിക്കുന്ന ബംഗാൾ, ആസാം, ത്രിപുര, മേഘാലയ ഇവിടെ നിന്നൊക്കെയുള്ളത്. മിഡിൽ ലെവൽ ജോലിക്കാരാണ് ബീഹാറികൾ, ക്ലർക്ക് അതുപോലെയൊക്കെയുള്ള. ബീഹാറിൽ നിന്നും വലിയ കുടിയേറ്റം തമിഴ്നാട്ടിലേക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദി ആന്തോളൻ നടത്താൻ സ്റ്റാലിനോ ഉദയനിധിക്കോ സാധിക്കുന്നില്ല. ഈ പ്രസംഗമല്ലാതെ 100 പേരെ വെച്ചൊരു പ്രകടനം ഹിന്ദിക്കെതിരെ നടന്നിട്ടുണ്ടോ? ഇല്ല, നടത്താൻ അവർക്ക് സാധ്യമല്ല. ഈ ആൻറ്റി ഹിന്ദി പ്ലാങ്ക് അവർക്ക് വലിയ ദോഷം ചെയ്യും. കഴിഞ്ഞ ദിവസം ഇവർ ആൻറ്റി ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് കൂടെ പോയില്ല. കോൺഗ്രസ് വലിയ ധർമ്മസങ്കടത്തിലാണ്. എന്ത് ചെയ്യും? ഹിന്ദിക്കെതിരെ പറഞ്ഞാൽ ഹിന്ദി വിരുദ്ധരാണെന്ന് അറിയപ്പെടാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന് എന്തെങ്കിലും പച്ചപിടിക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ളതും കൂടെ പോകും. മാത്രമല്ല, തെക്കേ ഇന്ത്യയിലെ ബാക്കി കേരളത്തിന് വിഷമമില്ലാത്തതുകൊണ്ട്, നമുക്ക് ഭാഷാഭിമാനം ഇല്ലാത്തതുകൊണ്ട്. ഭാഷാഭിമാനം അല്പം കുറവുള്ള ആൾക്കാരാണ് നമ്മൾ. മലയാളത്തിൽ ഇങ്ങനെയുണ്ട്. ബട്ട് കർണാടകയിൽ അങ്ങനെയല്ല, തെലങ്കാനയിൽ അങ്ങനെയല്ല, ആന്ധ്രയിൽ അങ്ങനെയല്ല. അവിടെ ഒന്നുമില്ലാത്ത വിഷമം തമിഴ്നാട്ടിലെന്താ? കർണാടകയിൽ ലേശമുണ്ട്, പതുക്കെ ഉണ്ടായി വരുന്നുണ്ട്. ബട്ട് അവർ ഈ NEP എതിർക്കാനൊന്നും പോയിട്ടില്ലല്ലോ. ഭാഷാഭിമാനം എന്ന് പറയുന്നത് ഒരു തെറ്റായ സാധനമൊന്നുമല്ല. എല്ലാവർക്കും അവനവൻ്റെ മാതൃഭാഷയിൽ അഭിമാനം ഉണ്ടാവണം. കേരളത്തിൽ അത് കുറവാണ്, പലപ്പോഴും അത് ഇല്ലാതെ തന്നെ പോകുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ ഈ ത്രിഭാഷാ പദ്ധതി വെൽ സെറ്റിൽഡ് അല്ലേ, എല്ലാവരും അംഗീകരിച്ചതാണ്. അതെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ. പിന്നെന്താണ് ഇപ്പോൾ പ്രശ്നം? ഇപ്പം വേറെ പ്രശ്നമില്ല. BJPയെ തടുക്കാനായിട്ട് വേറെ പ്രശ്നമില്ല.
അത് പിന്നെ ഈ നാഗ്പൂരിൻ്റെ അജണ്ടയാണ് NEP എന്ന് സ്റ്റാലിൻ പറയാൻ അതാണല്ലോ ആരോപണം. ഇപ്പം ഫാസിസ്റ്റാണ്, നാഗ്പൂരിലെ അജണ്ടയാണ്, അതാണ് ഇതാണ്. നാഗ്പൂരിലെ അജണ്ടയാണ്, നാഗ്പൂരിലെ അജണ്ടയ്ക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളും വഴങ്ങുന്നു എന്നാണ് സ്റ്റാലിൻ അർത്ഥമാക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനവും നാഗ്പൂരിൻ്റെ അജണ്ട അനുസരിച്ച്, ഞാൻ മാത്രം. ത്രിഭാഷാ പദ്ധതി എത്രയോ കാലം നാഗ്പൂരിന് ഈ പൊളിറ്റിക്കൽ മുമ്പേ ഉള്ളതല്ല. തമിഴ്നാട്ടിൽ ഉദയനിധി മാരൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് അവിടെ. തമിഴ്നാട്ടിലെ ഇപ്പോൾ ഉള്ളവരും നേരത്തെ ആയിരുന്നവരുമായ MP-മാരും 40 പേരുണ്ട്. അവർക്കെല്ലാം ഓരോ കോളേജും ഓരോ സ്കൂളും വെച്ചുണ്ട്. ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് അണ്ണാമലൈ പുറത്തേക്ക് വിട്ടു. ഇന്ന കോളേജ് ഉടമസ്ഥൻ ഇന്ന ആൾ, രജിസ്റ്റേർഡ് കോളേജിൻ്റെ രജിസ്റ്റേർഡ് ഉടമസ്ഥൻ, ബേനാമിയൊന്നുമല്ല, നേരിട്ട് ഉടമസ്ഥതയുള്ളത്. ബേനാമി വേറെ ഉണ്ടാവും. ബേനാമി നമുക്ക് വെറുതെ ഊഹം പറയാമെന്നല്ലേ ഉള്ളൂ. ഇത് രജിസ്റ്റേർഡ് ഓണർ, അയാളുടെ പേര് വെച്ചിട്ട് അണ്ണാമലൈ ലിസ്റ്റ് പുറത്ത് വിട്ട് അണ്ണാമലൈ പറഞ്ഞു, ഇത് എന്ത് ബഹളമാണ്, നിങ്ങളുടെ പിള്ളേർക്ക് എല്ലാ സൗകര്യങ്ങളും NEPക്ക് അതിന് അനുസരിച്ചുള്ള ഫണ്ട് ലൊക്കേഷൻ അത് ഇത് അവർ ഹിന്ദി പഠിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉദ്ദേശം ജോലി കിട്ടുക എന്നുള്ളത് കൂടെയാണല്ലോ. കേരളത്തിൽ ഏക ഉദ്ദേശം ജോലി കിട്ടുക എന്നുള്ളതായിട്ട് മാറി, അത് വേറൊരു പ്രശ്നം. ബട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉദ്ദേശം തൊഴിൽ, അപ്വേർഡ് മൊബിലിറ്റി, കൂടുതൽ നല്ല തൊഴിലുകളിലേക്ക് വിദ്യാഭ്യാസവും അതിൻ്റെ സൗകര്യവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അതിന് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും സഹായകമായ ഭാഷ ഹിന്ദിയാണ് ആണല്ലോ. അപ്പോൾ ഇയാൾ എന്നിട്ട് സ്റ്റാലിൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, ഉത്തരേന്ത്യയിലുള്ളവർ, നിങ്ങളുടെ ഭോജ്പുരി, നിങ്ങളുടെ മൈഥിലി ഇതൊക്കെ നശിച്ചു പോകും. ഇപ്പോൾ ബീഹാറുകാരും ചിരിക്കുന്നു. അവർ ഓഫീസ് ജോലികൾ അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചെയ്യുന്നു. വീട്ടിലവർ ഭോജ്പുരി സംസാരിക്കും, മൈഥിലി സംസാരിക്കും. എനിക്ക് 2 വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുണ്ട് ബീഹാറിൽ. അവർ ഭോജ്പുരി പറയുമ്പോൾ നമുക്ക് കേൾക്കാനൊരല്പം മനസ്സിലാക്കാനും അല്പം പ്രയാസം. ലാലു പ്രസാദ് യാദവിൻ്റെ ഹിന്ദിയിലെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതൊരു പ്രത്യേക ഹിന്ദിയാണ്. ഫോൺ എന്നുള്ളതിന് ഫോണുവ എന്ന് പറയും, ബാബു എന്നുള്ളതിന് ബബുവാ എന്ന് പറയും. ഒരു വായ ഇങ്ങനെ ചേർത്ത്, ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതൊരു സ്ലാങ് ആണ്. നമ്മുടെ മലബാർ ഭാഷ, കാസർഗോഡ് ഭാഷ, തിരുവനന്തപുരം ഭാഷ എന്നൊക്കെ പറയും. കാസർഗോഡ് ഭാഷ ഒന്നും മനസ്സിലാവില്ലല്ലോ. ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനസ്സിലാവണില്ല എന്നൊക്കെ നമ്മുടെ ധാരണയാണ്. 1-2 വാക്കുകളുടെ വ്യത്യാസം, ഇത്രയൊക്കെ ഉള്ളൂ അത്. അപ്പോൾ ഈ സാധനമൊക്കെ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. ബീഹാറുകാർ അന്തം വിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്റ്റാലിനുമായിട്ട് ആരും കോപ്പറേറ്റ് ചെയ്യാത്തത്. അതുകൊണ്ട് സ്റ്റാലിൻ എന്ത് ചെയ്തു, അടുത്ത പോയിന്റ് എടുത്തിട്ടു, ഡീലിമിറ്റേഷൻ. അതിൻ്റെ പേരിൽ യോഗം വിളിച്ചു. സൗത്ത് ഇന്ത്യൻ രാജ്യങ്ങൾ, അത് ഇതിൻ്റെ പേരിൽ വിളിച്ചില്ല, ഒറീസയെ കൂടെ ചേർത്ത്. ഇതിൻ്റെ പേരിൽ വിളിക്കാൻ പറ്റില്ല, ആൾ വരില്ല, അത് ചീറ്റിപ്പോയി എന്നാവും. അതുകൊണ്ട് പുള്ളി അടുത്ത നമ്പർ ഇറക്കി, ഡീലിമിറ്റേഷൻ. അത് ആൾക്കാർക്ക് ഇപ്പോഴും ദഹിക്കാത്ത സാധനമാണ്. ഈ മണ്ഡല പുനർനിർണയം അതൊരു ജെനുവിനായ കാര്യമാണല്ലോ. കേരളത്തിൽ ദിവസം നമ്മൾ നടത്തുന്നതാണ് മണ്ഡല പുനർനിർണയം. CPM-ൻ്റെ വോട്ടുകൾ മാത്രമുള്ള സ്ഥലത്ത് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കും ഒരു വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ BJP അടിച്ചു കയറി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, BJP ജയിക്കുന്ന സ്ഥലത്തേക്ക് BJP വോട്ടർമാരെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ വരച്ച് 4 വീടും കൂടെ അപ്പുറത്തായി കൂടി അവിടെ അങ്ങനെ BJP തീരട്ടെ, ഒരു വാർഡ് ഉപേക്ഷിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് റിയൽ ഡീലിമിറ്റേഷൻ ഒരിക്കലും നടക്കണം. ഇപ്പോൾ 2026 സെൻസസ് നടക്കും. 26/5/31 ഡീലിമിറ്റേഷൻ നടക്കും. 2031 ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ എനിക്ക് സീറ്റ് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ യോഗം വിളിക്കാൻ പോവാണ് സ്റ്റാലിൻ. അമിത്ഷാ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, തമിഴ്നാട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ സീറ്റ് കുറയാൻ പോകുന്നില്ല, കൂടുകയുള്ളൂ. ഇപ്പോൾ തമിഴ്നാടിന് എത്രയാണ്, 42 സീറ്റോ. ഈ 42 സീറ്റിൽ നിന്ന് കുറയില്ല, കൂടുകയുള്ളൂ. പ്രൊപ്പോർഷനേറ്റായിട്ട് എല്ലാവരുടെയും കൂടും. പക്ഷേ ജനസംഖ്യ മാത്രമല്ല അതിൻ്റെ ആധാരം. അതിനൊരു പ്രൊപ്പോർഷൻ, ഒരു ഫോർമുല വർക്കൗട്ട് ചെയ്തിട്ട്, അത് വലിയൊരു എക്സർസൈസാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷനുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ സർക്കാരിന് സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പോലെയാണ്. ഒരിക്കൽ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG, ഇലക്ഷൻ കമ്മീഷൻ, ഇതുപോലുള്ള സാധനങ്ങളിൽ പിന്നെ ഇടപെടാൻ പറ്റില്ല. ഹൈക്കോടതി ജഡ്ജി, അപ്പോയിൻമെൻറ്റിൽ നിങ്ങൾക്ക് ഇടപെടാം. അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി, പിന്നെ ഇൻഡിപെൻഡൻ്റാണ്. ഇതുപോലുള്ള ഏർപ്പാടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ.
എനിവേ അത് വരാൻ പോകുന്നേ ഉള്ളൂ 2031 അതിൻ്റെ കമ്മീഷൻ പോലും നിയോഗിച്ചിട്ടില്ല, സെൻസസ് കഴിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ആൾക്കാരെ കൂട്ടുന്നത്. ഏതായാലും BJP അല്ലെങ്കിൽ അണ്ണാമലയെ പേടിച്ചിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ. BJPയെ പേടിച്ചിട്ടാണ്. കാരണം ഇനിയിപ്പോൾ ശത്രു BJP മാത്രമാണ്. പക്ഷേ ഈ ഭാഷാ യുദ്ധത്തിൽ പരമദയനീയമായിട്ട് ഇങ്ങനെ തോക്കും. കാരണം ഇപ്പോൾ ഹിന്ദിക്കെതിരെ നിങ്ങളൊരു മൂവ്മെൻറ്റ് തമിഴ്നാട്ടിൽ നടത്തി കഴിഞ്ഞാൽ ഹിന്ദി അറിയാവുന്നവരും സംസാരിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് ഒരു 20-26% ആൾക്കാർ തമിഴ്നാട്ടിലായി കഴിഞ്ഞു. നമ്മൾ കേരളത്തിൽ നോക്കുക. കേരളത്തിൽ ബംഗാളികൾ എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ഇവർ വന്നു കഴിയുമ്പോൾ ഇവരേറ്റവും കൂടുതലുള്ളത് പെരുമ്പാവൂർ മേഖലയിലാണ്. അവിടുത്തെ ബോർഡൊക്കെ ബംഗാളിയിലായിട്ട് മാറിയില്ലേ? ബസ്സിൻ്റെ ബോർഡ് മാറ്റേണ്ടി വന്നില്ലേ? കടയിലെ ബോർഡെല്ലാം മാറ്റേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ്? അവരെണ്ണത്തിൽ കൂടി അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യലായി, ഭൂരിപക്ഷമൊന്നുമായിട്ടില്ല, പക്ഷേ സബ്സ്റ്റാൻഷ്യലായി. അപ്പോൾ മാത്രമല്ല അവർ നമ്മുടെ ഭാഷയും പഠിക്കുന്നുണ്ട്, അവർ മലയാളവും പഠിക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം ചായ കുടിക്കുന്നിടത്ത് അവിടെ നിൽക്കുന്നത് ബംഗാളിയാണ്, നല്ല പരിചയമാണ്. അവൻ മലയാളം എന്നോട് പറയാൻ ശ്രമിക്കും, ഞാൻ ബംഗാളി അവനോട് പറയാൻ ശ്രമിക്കും. രണ്ടുപേർക്കും വലിയ മതിപ്പാണ്. കാരണം എൻ്റെ ഭാഷ സംസാരിക്കാൻ അവൻ ശ്രമിക്കുന്നു, അവൻ്റെ ഭാഷ നമ്മൾ ശ്രമിക്കുന്നു. അവൻ്റെ ഭാഷ ഞാൻ ബുദ്ധിമുട്ടുന്നു. ബംഗാളി ഇങ്ങനെ ഒരു നെല്ലിക്ക എടുത്ത് വായിലിട്ട് വേണമല്ലോ ബംഗാളി പറയാൻ. അപ്പോൾ ഇത് ഇനി ഇതിലപ്പുറത്താണ് അടുത്തത് വരാൻ പോകുന്നത്. അതിൻ്റെ ഇൻഡിക്കേഷൻ ഓൾറെഡി മോദി കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞവണ്ണം മോദി ഇവിടെ വന്നു, തമിഴ്നാട്ടിൽ വന്നു, എന്നിട്ട് ഹിന്ദിയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം ഈ മൈക്രോഫോണിൽ നിങ്ങൾക്ക് തമിഴിൽ കേൾക്കാം. ചെറിയൊരു ടൈം ഡിലേ ഉണ്ട്. മോദി അന്ന് വാക്ക് കൊടുത്തു, അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഈ ടൈം ഡിലേ കൂടെ ഇല്ലാതെയാക്കും. ഇത്തവണ ഞാൻ സംസാരിച്ചതിൽ നിങ്ങൾ കേൾക്കുമ്പോൾ, തമിഴിൽ കേൾക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അത് അറിയിക്കണം. അതിൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുത്തു. ഒരുപാട് തമിഴ്മാർ അറിയിച്ചു, ഇന്ന വാക്കുകൾ തെറ്റായിരുന്നു, മറ്റേ ജോറായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഫീഡ്ബാക്ക് നേരെ IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. AI വഴി ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും. ഇനി മോദി തമിഴ്നാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ മോദി സംസാരിക്കുന്നത് ഏത് ഭാഷയാണെങ്കിലും തമിഴിലാവും. നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ വെച്ചിട്ട് ഈ സാധനം ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോദിയുടെ ശബ്ദത്തിൽ തമിഴിൽ പ്രസംഗം കേൾക്കാം. ഈ ലാംഗ്വേജ് ബാരിയറൊക്കെ ഇല്ലാതെ ആവാൻ പോവാണ്. മല്ലികാർജുൻ ഖാർഗെ തെലുങ്കിൽ പ്രസംഗിച്ചാൽ മതി, മലയാളിക്ക് മലയാളത്തിൽ കേൾക്കാം. മല്ലികാർജുൻ ഖാർഗെയുടെ ശബ്ദത്തിൽ, ശബ്ദം മാറുന്നൊന്നുമില്ല, ശബ്ദം അത് തന്നെ വെച്ചിട്ട് മലയാളമാക്കി മാറ്റും. കാർന്നവർ മലയാളത്തിൽ സംസാരിക്കുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് വളരെ ഫാസ്റ്റായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ചെയ്യാനറിയില്ല, പക്ഷെ ഞാൻ ചെയ്യിക്കാറുണ്ട്. ഒരാളിൻ്റെ മലയാള പ്രഭാഷണം ഇത് എഴുതി കിട്ടണം. എൻ്റെ സുനിലെ ഇത് കേട്ടുകൊണ്ടിരുന്ന് എഴുതിയെടുക്കാൻ നമുക്ക് പറ്റുമോ? ഓരോ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് ദുസ്സാധ്യമാണ്. 2 മണിക്കൂറൊക്കെയുള്ള പ്രഭാഷണം പോരാ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഒരു ചെറുക്കനെ വിളിച്ച് ചോദിച്ചു, ഇത് ചെയ്യാൻ പറ്റുമോ? അല്പം കടുപ്പപ്പെട്ടതാണ്, സാധനമൊന്നുമല്ല. കുമാരനാശാൻ്റെ കരുണയെപ്പറ്റി ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമിയിലെ പ്രസംഗം ഇത് എഴുതി കിട്ടണം, അതാണ് എൻ്റെ ആവശ്യം. ഇത് യൂട്യൂബിൽ എപ്പോഴും ചെവിയിൽ വെച്ച് കേൾക്കാൻ പറ്റില്ല, കാരണം ഇടയ്ക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാനാണെങ്കിൽ എഴുതി കിട്ടും. ഞാനും ഇവന് കൊടുത്തു, ഇവനത് ചെയ്തു തന്നു, പട്ടയെന്ന് പറഞ്ഞ് ചെയ്തു തന്നു. ഞാൻ ചോദിച്ചു എത്ര സമയം എടുത്തു? 20 മിനിറ്റ് എടുത്തു. 2 മണിക്കൂർ എന്നുള്ളത് എഴുതി തയ്യാറാക്കാൻ 20 മിനിറ്റ്. അതിൽ കുറേ തെറ്റുകളുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കേരളത്തിൽ ഇപ്പോഴുള്ള MA മലയാളം പ്രൊഫസർമാർ വരുത്തുന്ന തെറ്റുകളൊക്കെ AI വരുത്തിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ തെറ്റൊന്നുമില്ല. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നെ പറയാറില്ല, ഈ ചന്ദനത്തിൻ്റെ ഇന്തായിക്ക് പകരം ചന്തയുടെ ഇന്ത, ഇങ്ങനെയൊക്കെ എഴുതി വരുമെന്നേ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണല്ലോ. ചന്ദനവും ചന്തയും തമ്മിൽ ആർക്കും വ്യത്യാസം. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതുകൊണ്ട് ഈ ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല. അത് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തിട്ട് സ്റ്റാലിൻ പ്രയോഗിക്കുന്നതേ ഉള്ളൂ.
സ്റ്റാലിൻ വിൽ സഫർ വെരി ബാഡ്ലി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വയസ്സായി, ഏതായാലും കുഴപ്പമില്ല. ഉദയനിധിയാണ് ഇനി സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂരിന് പിന്നാലെ മൂകാംബിയെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നവരല്ല ദൈവങ്ങൾ. ഈ ദൈവങ്ങളെപ്പറ്റി അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അവർ തെമ്മാടിത്തരം കാണിച്ചിട്ട് അതിൻ്റെ കൈക്കൂലി കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടില്ല. കൈക്കൂലിയോ എന്ത്, പുള്ളി ഇങ്ങനെ നിൽക്കുകയാണല്ലോ ഗുരുവായൂരപ്പനൊക്കെ. അപ്പം എന്ത് വേണമെങ്കിലും അവിടെ കൊണ്ടുപോയി കൊടുക്കാം. കള്ളനും പോലീസും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി നിൽക്കും. കള്ളൻ മുമ്പിൽ നിന്ന് തൊഴുന്നു, എന്നെ രക്ഷിക്കണം, പോലീസ് പിടിക്കരുത്. കള്ളൻ്റെ തൊട്ട് പിന്നിൽ പോലീസുകാരെ നിൽക്കുന്നു, എങ്ങനെയെങ്കിലും ഇവനെ പിടിക്കണം, എനിക്കൊരു ഗുഡ് സർവീസ് എൻട്രി കിട്ടണം. ഗുരുവായൂരപ്പൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. കള്ളൻ ചെയ്തത് കർമ്മഫലം അവൻ അനുഭവിക്കും. പോലീസുകാരൻ്റെ തലയിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവൻ പിടിക്കും. സംതിങ് വിൽ ഹാപ്പൻ. അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ കിരീടം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച മൂകാംബികയിലുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് ചെയ്യുമല്ലോ. കാരണം അവർക്കറിയാം അവരുടെ ഭർത്താവ് ചെയ്തു കൂട്ടുന്ന മഹാപാപങ്ങൾ എന്തെല്ലാമാണ്. അവിടുത്തെ അമ്പലങ്ങളെ കൊള്ളയടിക്കുക. നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഭാരതത്തിലെ ഒരു ക്ഷേത്ര സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. അതെ, എത്ര മഹാക്ഷേത്രങ്ങളാണ്. തൊട്ടു പിന്നിൽ ആന്ധ്രയുണ്ട്, കർണാടകയുണ്ട്, കേരളം അല്പം പുറകിലായിട്ട് നിൽക്കുന്നു. പക്ഷേ ക്ഷേത്രങ്ങളുടെ വലിപ്പം, പഴക്കം, അതിൻ്റെ കൊത്തുപണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിനെ വെല്ലാൻ ആരുമില്ല. ഇന്ത്യയിലില്ല. വാസ്തവത്തിൽ ഇന്ത്യയുടെ ഒരു ക്ഷേത്ര സംസ്ഥാനം, ഇന്ത്യയുടെ തന്നെ ക്ഷേത്രം, അത് തമിഴ്നാടാണ്. അതിനോട് ചെയ്യുന്ന അന്യായം പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പശ്ചാത്തലം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാലിൻ്റെ ഭാര്യ. ശിക്ഷ ഒഴിവാകാനായിട്ടല്ല, ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ക്ഷമിക്കണം, ഞാൻ നിസ്സഹായയാണ്, ഞാൻ ഭാര്യയില്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കരയാനാണ് ആ സ്ത്രീ വരുന്നത്. അവരുടെ ഗതി അത്രയ്ക്കാണ് ചെയ്യുന്നത് ദ്രോഹം. പക്ഷേ ഇത് ടെക്നോളജി വെച്ചിട്ട് ഉദയനിധി സ്റ്റാലിനെ ഇല്ലാതാക്കി കളഞ്ഞു മോദി. AI വഴിക്ക് തമിഴാണോ ശരി, തമിഴ്. അപ്പോൾ നമ്മൾ പറയുന്നത് മലയാളം. ശരി, ആ നോബൊന്ന് തിരിച്ചാൽ മതി, അല്ലെങ്കിൽ സെലക്ട് ചെയ്താൽ മതി മലയാളം. മോദിയുടെ ശബ്ദത്തിൽ നമുക്ക് മലയാളം കേൾക്കാം. ഈ മറ്റേ വികൃതമായ ഇതൊന്നുമില്ല. സഹോദരന്മാരെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നല്ല ഭംഗിയായിട്ട് മോദിയുടെ ശബ്ദത്തിൽ കേൾക്കാം. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നത് എങ്ങനെയാണ് എന്നത് ഇപ്പോൾ TJ പറഞ്ഞപ്പോൾ മനസ്സിലായി. അത് ഒരു ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിക്കും. വലിയ പരിക്ക് സ്റ്റാലിനുണ്ടാവും. ഇല്ല, സ്റ്റാലിന് അത് വെച്ച കാലം പുറകോട്ടെടുക്കേണ്ടി വരും. സ്റ്റാലിനെ ഗ്രൗണ്ട് ലെവലിലുള്ള, ഒന്നാമത് സ്റ്റാലിനല്ല എന്ന് ഭരിക്കുന്നത് ഉദയനിധിയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. സ്റ്റാലിനാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇത് കാണിക്കുമായിരുന്നു. ആഫ്റ്റർ ആൾ ഈ DMK എന്ന് പറഞ്ഞാൽ എന്താ, വാജ്പേയിയുടെ കൂടെ ഇരുന്ന് ഭരിച്ച ആൾക്കാരല്ലേ. അതെ, അന്ന് ഇതൊന്നും ഇല്ലായിരുന്നോ? അന്ന് BJPക്ക് വർഗീയതയില്ല, ഉത്തരേന്ത്യൻ പാർട്ടിയല്ല, ഹിന്ദി അടിച്ചേൽപ്പിക്കലില്ല, ഒന്നുമില്ല, സുഖമായിട്ടിരുന്ന് ഭരിച്ചില്ലേ. അപ്പോൾ അത്ര വലിയ സാധനമൊന്നും അല്ല ഈ DMK. അത്ര വലിയ ആശയദാർഢ്യവും അവർക്കില്ല. ഇപ്പോൾ സ്റ്റാലിന് സുഖമില്ല, വയസ്സായതുകൊണ്ട്, മറ്റസുഖമൊന്നുമില്ല. ഉദയനിധി ഭരിക്കുന്നു. ഉദയനിധിക്ക് ഈ ഒരു ആവേശമുണ്ട്, സനാതന ധർമ്മത്തെ ഞാൻ തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ടാണ് 4-5 കമ്മ്യൂണിസ്റ്റുകാരൻ കൂടെ കൂടിയിട്ടുണ്ട് ഉപദേശിക്കാനൊക്കെ ആയിട്ട്. അവിടെയൊക്കെ ഉണ്ടാവുമല്ലോ സീതാറാം യെച്ചൂരി. അപ്പോൾ അവരൊക്കെ കൂടി നടത്തുന്ന കലാപരിപാടിയാണ്. അത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുന്നത് അയാളുടെ അമ്മയും നടക്കുന്നത്. ഇതാണ് കഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.